ഭാഗവതം എന്നുള്ള ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഃ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഒരു സെക്കൻഡ്. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽസൂരയാ. തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മളിവിടെ ഇന്ന് ആരംഭിക്കുന്നത്. കുന്തിദേവിയുടെ സ്തുതി ആരംഭിക്കാനായിട്ട് പോകുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യത്തെ സ്തുതിയാണ് കുന്തിദേവിയുടെ സ്തുതി എന്നാണ്. 9-ാമത്തെ ശ്ലോകം. ശ്രീ ഉത്തരോവാച പാഹി പാഹി മഹായോഗിൻ ദേവദേവാ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. പാഹി പാഹി മഹായോഗിൻ ദേവദേവാ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഉത്തര ഉവാച പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ ന അന്യം ത്വദ് അഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഉത്തരാദേവിയാണ് ആദ്യം ജഗന്നാഥനെ പ്രാർത്ഥിച്ചത് ശ്രീമദ് ഭാഗവതത്തിൽ എന്നാണ് പറയുന്നത്. ആദ്യത്തെ ജഗന്നാഥനോടുള്ള പ്രാർത്ഥന ജഗത്പദേ എന്ന് പറഞ്ഞാൽ എന്താണ്? ജഗന്നാഥൻ എന്നാണ്. അപ്പോൾ ഉത്തര പറയുന്നു ദേവാധിദേവനായിട്ടുള്ള ഭഗവാൻ, ദേവന്മാരുടെയും ദേവൻ ആണ് ഭഗവാൻ. അതായത് ജഗന്നാഥൻ, ജഗൽപദേ ജഗന്നാഥനായിട്ടുള്ള ഭഗവാനെ, ലോകത്തിൻ്റെ മുഴുവൻ പതിയായിട്ടുള്ള ഭഗവാനെ എന്നാണ്. അങ്ങാണ് എല്ലാ വിധത്തിലുള്ള യോഗമാർഗങ്ങളുടെയും അധീശനാണ് ഭഗവാൻ എന്നാണ്. അതുകൊണ്ട് അവിടുന്ന് എന്നെ സംരക്ഷിക്കൂ, അവിടുന്ന് എനിക്ക് രക്ഷ തരണേ അവിടുന്ന്. കാരണം ഭഗവാനല്ലാതെ മറ്റൊരാൾക്ക് മരണഭയത്തിൽ നിന്നും രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഞാനിതാ മരണത്തെ നേരിൽ കാണുന്നു, എന്നെ രക്ഷിക്കണമെന്ന് ഉത്തരാദേവി ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അതായത്
നമ്മളുടെ മിഥ്യാഹങ്കാരം കൊണ്ടാണ് ദ്വന്ദ്വങ്ങൾ വരുന്നതാണ്. ഞാൻ ശരീരമാണ് എന്നുള്ള ആ ഭാവന അത് പൂർണ്ണമാവുന്ന സമയത്താണ് ദ്വന്ദ്വങ്ങൾ, സുഖം, ദുഃഖം, ജനന മരണങ്ങൾ, പല വിധത്തിലുള്ള ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. ദ്വന്ദ്വബോധം, ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം ഉള്ളത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾക്ക് രക്ഷ തരണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മരണമാണ് ഏറ്റവും വലിയ ഭയത്തിൻ്റെ അവസ്ഥ. ഉത്തരാദേവി ഇപ്പം മരണത്തിൻ്റെ ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഉത്തരാദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, ഭഗവാനില്ലാതെ ആരും എന്നെ രക്ഷിക്കാനില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങൾക്കും ഒരു എവിടെ നിന്നാണ് സമാധാനം കിട്ടുക? ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുന്ന സമയത്ത് എന്നാണ് സൂചിപ്പിക്കുന്നത്. 10ാമത്തെ ശ്ലോകം. അഭിദ്രവതി മാമീശ ശരസ്തപ്തായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. അഭിദ്രവതി മാമീശ ശരസ്തപ്തായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. അഭിദ്രവതി മാം ഈശ ശരഃ തപ്ത ആയസഃ വിഭോ കാമം ദഹതു മാം നാഥ. അഭിദ്രവതി മാം ഈശ ശരഃ തപ്ത ആയസഃ വിഭോ കാമം ദഹതു മാം നാഥ മാ മേ ഗർഭഃ നിപാത്യതാം. എൻ്റെ ഗർഭത്തിലേക്ക് അതിഭയങ്കരമായിട്ടുള്ള ആ ശക്തിയോട്, തേജസ്സോട് കൂടിയിട്ടുള്ള ഒരു തേജസ് എൻ്റെ ഗർഭത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഗർഭത്തിലുള്ള ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കില്ല. എനിക്ക് മരിക്കുന്നതിന് ദുഃഖം തോന്നുന്നില്ല. കാരണം അഭിമന്യു ആ യുദ്ധക്കളത്തിൽ വെച്ച് അവിടെ പത്മവ്യൂഹത്തിൽ വെച്ചിട്ട് ജീവൻ ഉപേക്ഷിച്ച സമയത്ത് സ്വയം മരിക്കാൻ പുറപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് മരിക്കാതിരുന്നത്? എൻ്റെ ഗർഭത്തിൽ പാണ്ഡവന്മാരുടെ ഒരു പിൻഗാമിയായിട്ടൊരു കുഞ്ഞ്, ഒരു ജീവൻ വളരുന്നു എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ഗർഭത്തിനെ രക്ഷിക്കാൻ, ഈ ജീവനെ രക്ഷിക്കാൻ അവിടത്തേക്കല്ലാതെ ആർക്കും മറ്റൊരാൾക്ക് സാധിക്കില്ലല്ലോ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അമ്മയായിട്ടുള്ള ഈ ഉത്തരാദേവിക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ്? ഈ കുഞ്ഞിന് ഇനി വരാൻ പോകുന്ന ഈ ഉണ്ണി ഉണ്ടായിട്ട് വേണം രാജവംശം നിലനിൽക്കുക. പാണ്ഡവന്മാരുടെ നിലനിൽപ്പിന് അവരുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഉത്തരാദേവി ആരാണ്? ഒരു ഏറ്റവും മഹാനായിട്ടുള്ള ഒരാളുടെ, വിരാട രാജാവിൻ്റെ പുത്രിയാണ്. പിന്നെ ഏറ്റവും മഹാവീരശൂര പരാക്രമിയായിട്ടുള്ള അഭിമന്യുവിൻ്റെ പത്നിയാണ്. പിന്നെ വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ്റെ ശിഷ്യയും കൂടിയാണ്. അർജുനനാണ് ഉത്തരയെ നൃത്തം പഠിപ്പിച്ചത് വിരാട് രാജ്യത്ത് വെച്ചിട്ട്, അജ്ഞാതവാസത്തിൻ്റെ സമയത്ത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരാദേവി ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള മഹാനായിട്ടുള്ള ഒരു രാജാവിൻ്റെ അമ്മയും കൂടി ആവാൻ പോകുന്നു. അപ്പോൾ ഒരുപാട് യോഗ്യതകൾ ഈ ഉത്തരാദേവിക്കുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും മഹാഭാഗ്യവതിയാണ് ഉത്തര എന്ന് പറയേണ്ടതായിട്ടുണ്ട് എന്നാണ്. 11ാമത്തെ ശ്ലോകം. ഉപധാര്യവചസ്തസ്യ ഭഗവാൻ ഭക്തവത്സല അപാണ്ഡവമിദം കർത്തും ദ്രൗണേരസ്ത്രമബുദ്ധ്യത. ഉപധാര്യ വചഃ തസ്യാഃ ഭഗവാൻ ഭക്തവത്സലഃ അപാണ്ഡവം ഇദം കർത്തും ദ്രൗണേഃ അസ്ത്രം അബുദ്ധ്യത. ഉപധാര്യ, അതായത് സൂതഗോസ്വാമി പറയുന്നു, വളരെ ക്ഷമയോടു കൂടിയിട്ട് ഉത്തരയുടെ വാക്കുകൾ കേട്ടു ഭഗവാൻ. ഭക്തവത്സലനാണ് ഭഗവാൻ എന്നാണ്. പല പല കഥകളും നമ്മൾ പറയാറുണ്ട്, ഭഗവാൻ ഭക്തവത്സലനാണ് എന്ന് തെളിയിക്കുന്ന കഥകൾ. അപ്പോൾ അത്രയും ഭക്തവത്സലനായ ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട പാണ്ഡവന്മാരെ, ഉത്തരാദേവിയെപ്പോലുള്ളവരെ രക്ഷിക്കാതിരിക്കുമോ ഭഗവാൻ? മനസ്സിലാക്കി എന്ത്? അപാണ്ഡവം ഇതം കർത്തും, ഈ ലോകത്തിൽ പാണ്ഡവന്മാരുടെ വംശം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത് എന്ന് ഭഗവാൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എന്നാണ്.
ഭഗവാന് ഈ പാണ്ഡവന്മാർ ഈ ഉണ്ണി കൂടി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവവംശം മുഴുവൻ നശിച്ചു പോകും എന്നാണ് ഭഗവാൻ അത് പെട്ടെന്ന് മനസ്സിലാക്കി എന്നാണ്. ഭഗവാൻ ആരോടും ഒരു പക്ഷാഭേദമില്ലാത്ത ആളാണ്. പക്ഷേ ഭഗവാന് തൻ്റെ ഭക്തന്മാരോട് പ്രത്യേകമായിട്ടുള്ള ഒരു വാത്സല്യമുണ്ട്, ഭക്തവാത്സല്യമുണ്ട് ഭഗവാന് എന്നാണ്. പാണ്ഡവന്മാരുടെ ആ വംശം മുഴുവൻ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരാണ്. കുന്തിദേവി, പിന്നെ ദ്രൗപദി, അതേപോലെ പാണ്ഡവന്മാരെല്ലാവരും അവരുടെ പുത്രന്മാരെ എല്ലാവരും ഭഗവാനോട് വളരെയധികം ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ തൻ്റെ ആ പ്രിയപ്പെട്ട പാണ്ഡവന്മാരെ രാജാധികാരത്തിൽ വരുത്താൻ ധർമാത്മാക്കളാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അതിനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ഈ ഗർഭത്തിലുള്ള കുഞ്ഞിനെയും ഭഗവാൻ രക്ഷിക്കും, അതിന് ഭഗവാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത് പാണ്ഡവന്മാരുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാതൃകാ കുടുംബമാണ് പാണ്ഡവന്മാരുടെ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 12ാമത്തെ ശ്ലോകം. തർഹ്യേവാഥമുനിശ്രേഷ്ഠ പാണ്ഡവാഃ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യുപാദതു. തർഹി ഏവ അഥ മുനിശ്രേഷ്ഠ പാണ്ഡവാഃ പഞ്ചസായകാൻ ആത്മനഃ അഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യ അസ്ത്രാണി ഉപാദതു. അതായത് പാണ്ഡവന്മാരുടെ നേരെ 5 അസ്ത്രങ്ങൾ നേരിട്ട് വരികയാണ്, ജ്വലിച്ചു വരികയാണ്. ഇതും അശ്വത്ഥമാവ് പ്രയോഗിച്ചതാണ്. ഈ 5 അസ്ത്രങ്ങളും പാണ്ഡവന്മാർ അതിനെ തടുത്തു നിർത്താനായിട്ട് അസ്ത്രങ്ങൾ എടുക്കുന്നു എന്നാണ്. അസ്ത്രങ്ങൾ എടുക്കുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നു. അതായത് ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും അസ്ത്രങ്ങൾ വെച്ച് ഏറ്റവും പവർഫുള്ളായ അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം എന്നത്. അശ്വത്ഥമാവാണ് ഈ ബ്രഹ്മാസ്ത്രം പാണ്ഡവന്മാരുടെ നേരെ തിരിച്ചു വിടുന്നു. പാണ്ഡവന്മാരുടെ നേരെ 5 അസ്ത്രങ്ങൾ വിടുകയാണ് അശ്വത്ഥമാവ്. അത് മാത്രമല്ല ഉത്തരാദേവിയുടെ ഗർഭത്തിലേക്കും ഈ അസ്ത്രം തൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അപ്പോൾ ഭഗവാൻ ഈ ഏറ്റവും വലിയ അണുവായുധങ്ങളെക്കാളും അതിനേക്കാളും ഭയങ്കരമായുള്ള ശക്തിയാണ്, 1000 ഇരട്ടി ശക്തിയാണ് ഈ ബ്രഹ്മാസ്ത്രത്തിന് എന്നതിൻ്റെ പ്രത്യേകത. അപ്പോൾ ബ്രഹ്മാസ്ത്രം ഈ ആറ്റോമിക് ബോംബ്, അതായത് ആറ്റം ബോംബ്, അണുബോംബ്, ഇതൊക്കെ ഇത് ഒരു നിരപരാധികളെ മുഴുവൻ നശിപ്പിക്കും അവർ. പക്ഷേ ഈ ബ്രഹ്മാസ്ത്രം എന്നുള്ളത് ബ്രഹ്മാസ്ത്രം അതേപോലെയല്ല എന്നാണ്. ഒരു ടാർഗറ്റ് ചെയ്തു, ആരെങ്കിലും ടാർഗറ്റ് ചെയ്തില്ല, അവിടേക്ക് മാത്രമേ പ്രയോഗിക്കാൻ അതിനുള്ള പവർ ആ പ്രത്യേകതയും ഈ ബ്രഹ്മാസ്ത്രത്തിനുണ്ട് എന്നാണ്. എല്ലാ അസ്ത്രങ്ങൾക്കും അങ്ങനെ തന്നെയാണ് എന്നാണ്. അപ്പോൾ ആ യുദ്ധക്കളത്തിലുള്ള മിക്കവാറും സൈനികർ മുഴുവൻ ഒരുവിധം അസ്ത്രങ്ങളെല്ലാം പ്രയോഗിക്കാനുള്ള തപസ്സും പരിശീലനം നേടിയിട്ടുള്ളവരാണ് എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ തർഹ്യേവാഥമുനിശ്രേഷ്ഠ പാണ്ഡവാഃ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യുപാദതു. വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യവിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാത് വിഭു. ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എവിടെയാണ് കിട്ടുന്നത്? ഭഗവാന് ശരണാഗതി പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. പിന്നെ നമ്മൾക്ക് മറ്റൊന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എങ്ങനെയാണോ കുട്ടികളെ അച്ഛനമ്മമാർ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ സംരക്ഷിക്കുന്നത്, അതേപോലെ ഭഗവാൻ തന്നെ ശരണം പ്രാപിച്ചിട്ടുള്ള ഓരോ ഭക്തനെയും രക്ഷിക്കും എന്നാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ഭഗവാനോട് ശരണാഗതി പ്രാപിക്കണം. കൃഷ്ണനോട് ശരണാഗതി പ്രാപിച്ചാൽ തീർച്ചയായിട്ടും ആ ഭഗവാൻ ആ ഭക്തനെ രക്ഷിക്കും. അപ്പോൾ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായി പിന്നെ എന്നാണ്. സദാസമയവും ഭഗവാനെ ശരണം പ്രാപിച്ചവരാണ് പാണ്ഡവന്മാർ എന്നാണ്. അങ്ങനെ നല്ല ഭക്തന്മാരുടെ ഭക്തന്മാരുടെ കൂടെയാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. നല്ല സജ്ജനങ്ങളാവണം, അവരുടെ കൂടെയാണെങ്കിൽ നമ്മളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് വ്യസനം വീക്ഷ തത്വ അനന്യ വിഷയാത്മനാം എന്നാണ്.
അതായത് തന്നെ പൂർണ്ണമായും ശരണാഗതി പ്രാപിച്ചിട്ടുള്ള ആ പാണ്ഡവന്മാരുടെ ദുഃഖം കണ്ട സമയത്ത് ഭഗവാൻ തൻ്റെ സുദർശന ചക്രം അവിടെ എടുത്തു എന്നാണ്. സുദർശന ചക്രത്തിൻ്റെ പ്രഭാവം കൊണ്ട് സ്വാനാം രക്ഷാം യഥാത് വിഭൂ, തൻ്റെ ഭക്തന്മാരായിട്ടുള്ള പാണ്ഡവന്മാരെ മുഴുവൻ ഭഗവാൻ രക്ഷിച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ അസ്ത്രങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളെ കൊണ്ടാണ് ഈ അസ്ത്രങ്ങളെ ശക്തിപ്പെടുത്തുന്നത് എന്ന മന്ത്രത്തിൻ്റെ ഉപാസന, ദിവ്യമായ മന്ത്രങ്ങളുടെ ഉപാസന കൊണ്ടാണ് ഓരോ അസ്ത്രങ്ങൾക്കും ശക്തി പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അസ്ത്രം പ്രയോഗിക്കുന്ന ആളുകളുടെ തപസ്സിനനുസരിച്ച് അസ്ത്രങ്ങൾക്കും ശക്തി വർദ്ധിക്കുന്നു. അപ്പോൾ രാമായണത്തിലുണ്ട് പല ബ്രഹ്മാസ്ത്ര, ഓരോ അസ്ത്രങ്ങൾക്കും, അതായത് ഇപ്പോൾ വായവ്യാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് കാറ്റിനെയാണ് ഉണ്ടാക്കുക, പല കൊടുങ്കാറ്റിനെ സൃഷ്ടിക്കുന്ന പറയണത്. പാർവതാസ്ത്രം എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളെ സൃഷ്ടിക്കും അത്. അതേപോലെ ആഗ്നേയാസ്ത്രം എന്ന് പറഞ്ഞാൽ അഗ്നിയെ സൃഷ്ടിക്കും അത് എന്നാണ്. അങ്ങനെ ഓരോ അസ്ത്രങ്ങൾക്കും അതിനനുസരിച്ചിട്ടുള്ള ആ ഉപാസനകളും ദേവതമാരുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാന് ഇതെല്ലാം അറിയും. അതുകൊണ്ട് തന്നെ തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ സുദർശനചക്രം കയ്യിലെടുത്തു, ഭഗവാൻ അവരെ രക്ഷിച്ചു എന്നാണ്. അപ്പോൾ ഭഗവാൻ അനന്യവിഷയാത്മനാം എന്ന പാണ്ഡവന്മാരെക്കുറിച്ച് പ്രത്യേകം സൂചിപ്പിക്കുന്നു ഇവിടെ. 14ാമത്തെ ശ്ലോകം. അന്തസ്ഥ സർവഭൂതാനാം ആത്മാ യോഗേശ്വരോ ഹരി സ്വമായ ആവൃണോൽഗർഭം വൈരാട്യാ കുരു തന്തവേ. അന്തസ്ഥ സർവഭൂതാനാം ആത്മാ യോഗേശ്വരഃ ഹരി സ്വമായയാ ആവൃണോദ്ഗർഭം വൈരാട്യാ കുരു തന്തവേ. അതായത് സർവചരാചരങ്ങളുടെയും ഹൃദയത്തിൽ നാഥനായി ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ, ചൈതന്യമായി ഇരിക്കുന്ന ഭഗവാൻ, യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്വമായയാ ആവരണോ, തൻ്റെ സ്വന്തം മായ കൊണ്ട് എന്നാണ്. സ്വന്തം ശക്തി കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഗർഭത്തിനെ ആവരണം ചെയ്തു എന്നാണ് സൂചിപ്പിക്കുന്നത്. വൈരാട്യ കുരു തന്തവേ. അപ്പോൾ ഈ ബ്രഹ്മാസ്ത്രത്തിന് ഒരു അണുബോംബിൻ്റെ ആറ്റം ബോംബിൻ്റെ 1000 ഇരട്ടി ശക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ 1000 ഇരട്ടി ശക്തി ഉണ്ട് ഭഗവാന്റെ മായയ്ക്ക്, ഭഗവാന്റെ സ്വന്തം ആത്മമായയ്ക്ക് അതിനേക്കാളും ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ് ഉത്തരാദേവിയുടെ ഗർഭത്തിലേക്ക് വന്നു തുടങ്ങുമ്പോഴേക്ക് തന്നെ ഭഗവാൻ ഉത്തരാദേവിയുടെ ഗർഭത്തിനെ, ആ ഗർഭത്തിലുള്ള കുഞ്ഞിനെ തൻ്റെ ദിവ്യമായ മായ കൊണ്ട് ആവരണം ചെയ്തു. ഇനി അതിന് ആ അസ്ത്രത്തിന് പ്രവേശിക്കാനേ സാധിക്കില്ല. കാരണം ആ ഭഗവാൻ തൻ്റെ കുഞ്ഞു രൂപം സ്വീകരിച്ചുകൊണ്ട് ഉത്തരാദേവിയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ ചുറ്റുമായിട്ട് 6 മാസക്കാലം ഭഗവാൻ സഞ്ചരിച്ചു എന്നാണ്. നമ്മൾക്കിനി പരീക്ഷത്തിൻ്റെ ജനനം എന്നുള്ളതിൽ ശരിക്കത് കേൾക്കാൻ സാധിക്കും. ആ ഭഗവാന്റെ കരുണയുടെ കഥ കേൾക്കാനായിട്ട് സാധിക്കും. കാരണം എന്താ, പിൽക്കാലത്ത് ശ്രീമൽ ഭാഗവതത്തിന് ശ്രോതാവാൻ പോകുന്നു എന്നുള്ള കരുണയാണ് ഭഗവാൻ തൻ്റെ ആ പരീക്ഷിത് എന്നുള്ള ഉണ്ണിയോട് കാണിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ കുരുതന്തവ എന്ന് പറയാൻ എന്താണ് കാരണം? ധൃതരാഷ്ട്രർ ആലോചിച്ചത് എന്താ? തൻ്റെ പുത്രന്മാർക്ക് കൗരവന്മാർ എന്ന് പറയുന്നു, പാണ്ഡവന്മാർക്ക് അവരുടെ വംശത്തിൻ്റെ പാരമ്പര്യം പോലും നിഷേധിച്ചു ധൃതരാഷ്ട്രർ എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ കുരുവംശത്തിൽ ആരുമില്ല. 100 പേരും മരണപ്പെട്ടിട്ടുണ്ട്. ഭീമസേനൻ അവരെല്ലാവരെയും കൊന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പോലും ആ വംശപാരമ്പര്യം നിലനിർത്താനില്ല. അപ്പോൾ എന്തായി? കുരുവംശത്തിനെ നിലനിർത്തണമെങ്കിൽ പാണ്ഡവന്മാരുടെ ആ ഉത്തരയുടെ ഗർഭത്തിൽ ഉണ്ണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുരു തന്തവേ എന്നാണ്. കുരുവംശത്തിലുള്ള ആ ചെറിയ ജീവൻ എന്ന് സൂചിപ്പിക്കാൻ അതാണ് കാരണം എന്നാണ്. ഇവിടെ 15ാമത്തെ ശ്ലോകം. യദ്യപ്യസ്ത്രം ബ്രഹ്മശിരസ്തമോഹം ച പ്രതിക്രിയം വൈഷ്ണവം തേജ ആസാദ്യ സമശാമ്യൽ ഭൃഗോദ്വഹ. യദി അപി അസ്ത്രം ബ്രഹ്മശിരഃ തു അമോഘം ച അപ്രതിക്രിയം വൈഷ്ണവം തേജ ആസാദ്യ സമശാമ്യൽ കുരു ഭൃഗോദ്വഹ. അതായത് ഈ ബ്രഹ്മശിരസ് എന്നുള്ള അസ്ത്രം, ബ്രഹ്മാസ്ത്രം എന്നുള്ളതിന് അതിന് പ്രത്യസ്ത്രമായിട്ട് വേറൊരു അസ്ത്രമില്ല എന്നാണ്. എന്നിട്ടും ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള മായ അവിടെ ഭഗവാൻ പ്രയോഗിച്ചതോട് കൂടിയിട്ട് ഭഗവാന്റെ വൈഷ്ണവ തേജസ് ഭഗവാൻ പ്രയോഗിച്ചു. ഭഗവാൻ അവിടെ
അതോട് കൂടിയിട്ട് ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ് അത് പ്രവർത്തിക്കാൻ പറ്റാതെ എന്നാണ്. അത് ശമിച്ചു, ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ്സില്ലാണ്ടായി, പ്രവർത്തിക്കാനുള്ള കഴിവില്ലാണ്ടായി എന്നാണ്. അത് അത്ഭുതകരമാണ് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ഈ മായയുടെ പ്രഭാവം എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ്. ഭഗവത്ഗീതയിൽ പറയുന്നു, ഭഗവാനെ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നു. ബ്രഹ്മജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനിൽ നിന്നും പുറപ്പെടുന്ന ദിവ്യമായിട്ടുള്ള ആ തേജസ്സിനെയാണ്, സ്വർണം പോലെയുള്ള തേജസ് ഉണ്ട്, ആ തേജസ്സിനെയാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് എന്നാണ്. അപ്പോൾ ആ ബ്രഹ്മ തേജസ് എന്ന് പറഞ്ഞാൽ, ബ്രഹ്മതേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനിൽ നിന്നും ദിവ്യമായിട്ടുള്ള ആ ജ്യോതിയുടെ ചെറിയ ഒരു അംശമാണ് ബ്രഹ്മതേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മതേജസ്, ബ്രഹ്മാസ്ത്രത്തിൽ ബ്രഹ്മതേജസ്സാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിലാണെങ്കിൽ ബ്രഹ്മജ്യോതിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ബ്രഹ്മതേജസ്സിനെ അതിനെല്ലാതാക്കാൻ, അത് നശിപ്പിക്കാൻ ഈ ബ്രഹ്മജ്യോതിക്ക് സാധിക്കും എന്നാണ്, നിർവീര്യമാക്കുകയാണ് ഇവിടെ എന്നാണ്. അപ്പോൾ സൂര്യൻ്റെ തേജസ്സിനെ പോലും നിർവീര്യമാക്കാനായിട്ട് സാധിക്കും ഭഗവാന്റെ ഈ ദിവ്യമായിട്ടുള്ള മായയ്ക്ക് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 16-ാമത്തെ ശ്ലോകം. മാമം സ്ഥാഹേദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ ജയതം മായയാ ദേവ്യാ സജത്യവതി ഹന്ത്യജാം. മാമം സ്ഥാഹേദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ ജയതം മായയാ ദേവ്യാ സജത്യവതി ഹന്ത്യജ. ഒരിക്കലും നമ്മൾ മംസ്ത ഹി ഏതത് ആശ്ചര്യം സർവാശ്ചര്യമയേ അച്യുതേ ഇദം മായയാ ദേവ്യാഹ സൃജതി അവതി ഹന്തി അജ. അതായത് നമ്മൾക്ക് ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഈ ലീലകളിൽ നമ്മൾ ഒട്ടും അത്ഭുതമില്ല. കാരണം ഈ പ്രപഞ്ചകോടികളെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാന് ഇപ്പോൾ ഉത്തരാദേവിയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ രക്ഷിക്കുക എന്നുള്ളത് ഒട്ടും അത്ഭുതമായിട്ടുള്ള കാര്യമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ. അപ്പോൾ ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും അത്ഭുതകരമാണ്. എല്ലാ പ്രവൃത്തികളും നമ്മൾക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്ത, ഇൻകൺസീവബിൾ എന്നാണ് പറയുക. അതിന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്ത പ്രത്യേകതയാണ് ഭഗവാന്റെ ഓരോ ലീലകൾക്കും എന്നാണ്. ആ ഭഗവാൻ 7 വയസ്സാകുമ്പോഴാണ് ഭഗവാൻ ഗോവർദ്ധനത്തിനെ ഒരു വിരലിൽ ഉയർത്തി നിന്നത്. അത്ഭുതകരമാണത്. 5 വയസ്സാകുമ്പോഴാണ് ഭഗവാൻ കാളിയൻ്റെ മുകളിൽ നൃത്തം വെച്ചത്. അതും അത്ഭുതകരമാണ്. ഭഗവാൻ അവതരിച്ച് അതേ നിമിഷം ആണ് കാളിന്തി ഭഗവാനെ മമ്പാടി കൊണ്ടുപോകുമ്പോഴേ കാളിന്തി 2 ഭാഗത്തേക്കും വഴിമാറി. എന്തേ? ഭഗവാൻ ഇൻകൺസീവബിൾ പവർ എന്നാണ് പറയുന്നത്. അവതരിക്കുന്ന സമയത്ത് 4 കൈ, പെട്ടെന്ന് ബഹുവ പ്രാകൃത ശിശു. ഇത് ഭഗവാൻ ഇൻകൺസീവബിൾ പവർ, പൊട്ടൻസി എന്ന് പറയാം. ഇതാണ് ഭഗവാൻ. അത്ഭുതകരമാണ്. ഇതിലൊന്നും നമ്മൾക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അസമോർദ്ധം എന്നാണ് ഭഗവാനെക്കുറിച്ച് പറയണത്. ഭഗവാന് സമമായിട്ടോ ഭഗവാനേക്കാളുമോ ഉയർന്നിട്ടോ ആരും പ്രപഞ്ചത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 17-ാമത്തെ ശ്ലോകം. ബ്രഹ്മതേജോ വിനിർമുക്തൈരാത്മജേസഃ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണം ഇദമാഹ പൃഥാ സതി. ബ്രഹ്മതേജോ വിനിർമുക്തൈരാത്മജേസഃ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണം ഇദമാഹ പൃഥാ സതി. ബ്രഹ്മതേജഃ വിനിർമുക്തൈഃ ആത്മജൈഃ സഹ കൃഷ്ണയാ പ്രയാണ അഭിമുഖം കൃഷ്ണം ഇദം ആഹ പൃഥാ സതി. അതായത് ഈ ഒരു ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ്സിൽ നിന്ന് മോചനം കിട്ടി ഈ പാണ്ഡവന്മാർക്ക്. അപ്പോൾ കുന്തിദേവി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തൻ്റെ പുത്രന്മാരും പിന്നെ പാഞ്ചാലി ദ്രൗപദി ദേവിയും എല്ലാവരും ഭഗവാനെ യാത്രയയക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭഗവാനോട് കുന്തിദേവി പറയുന്നു, ഭഗവാൻ തേരിൽ കയറി. ഭഗവാനോട് പറയുന്നു, ആ തേരിൽ നിന്ന് വന്ന് താഴത്തേക്ക് ഇറങ്ങണേ എന്ന് കുന്തിദേവി പറയുന്നു. എന്തിനാ ചോദിച്ചത്? എനിക്കൊന്ന് നമസ്കരിക്കണം അവിടുത്തെ എന്നാണ്. കൃഷ്ണ ഇദമാഹ പൃഥാ സതി. സതി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പറയണത്? പതിവ്രത എന്നാണ് പറയണത്. പതിവ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവിനെ മാത്രം ചിന്തിക്കുന്ന സ്ത്രീയാണ് പതിവ്രത എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ സതി എന്ന് പറയാൻ എന്താ കാരണം? ആ കുന്തിദേവിയുടെ മനസ്സ് പതിവ്രതയെ പോലെ ആയിരുന്നു എന്നാണ്. കാരണം എന്താ?
കുന്തിദേവിക്ക് കൃഷ്ണനെ അല്ലാതെ ആരും അറിയില്ല. കൃഷ്ണനല്ലാതെ ഒരാളെ കുന്തിദേവി ഭജിക്കണില്ല, അറിയണില്ല. അപ്പോൾ അങ്ങനെ കുന്തിദേവിയുടെ മനസ്സ് ഭഗവാന്റെ പ്രേമം കൊണ്ട് പതിവ്രതയുടെ ഭാവത്തിലെത്തിച്ചേർന്നിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തൻ്റെ ആ ഹൃദയത്തിൻ്റെ എന്തെന്നില്ലാത്ത ആ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രേമത്തിനെ കുന്തിദേവി തൻ്റെ വാക്കുകളിൽ കൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഭഗവാൻ തേരിൽ കയറാൻ പുറപ്പെട്ട ഭഗവാൻ പെട്ടെന്ന് തേരിൽ നിന്ന് ഇറങ്ങി നിന്നു. എന്താണാവോ തൻ്റെ അച്ഛൻ പെങ്ങൾ ഇതേപോലെ തന്നോട് തേരിൽ നിന്ന് ഇറങ്ങാൻ പറയണത് എന്ന് ആലോചിച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും തന്നോട് പറയാനുണ്ടെങ്കിൽ കേൾക്കാമെന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത് എന്നാണ്. ശ്രീ കുന്തി ഉവാച, കുന്തി സ്തുതി ആരംഭിക്കുകയാണ്. നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഭഗവാൻ ആര് എന്ന് കുന്തിദേവി തുറന്ന് പറയണം ഇവിടെ. ആദിപുരുഷൻ, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണകാരണം. നമസ്തേ പുരുഷം ത്വാദ്യം, അതായത് നമസ്യേ പുരുഷം ത്വാ, ആദ്യം ഈശ്വരം. ആദി ഈശ്വരൻ ആരാണ്? ആദിപുരുഷൻ. പ്രകൃതേഹേ പരം, പ്രകൃതിക്ക് അതീതനായിട്ടുള്ള ഭഗവാൻ. അലക്ഷ്യം സർവഭൂതാനാം, എന്നാൽ ഭഗവാൻ എല്ലാ സ്ഥലത്തുണ്ടെങ്കിലും ഭഗവാനെ അങ്ങനെ മിക്കവാറും ആളുകൾക്ക് കാണാൻ സാധിക്കാറില്ല. ഭഗവാന്റെ കുറവല്ലാതെ ഭഗവാൻ സർവവ്യാപിയാണ്. സർവഭൂതാനം, എല്ലാ ചരാചരങ്ങളിലും ഭഗവാനുണ്ട്. അപ്പോൾ അന്തർബഹിരവസ്ഥിതം, അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുക. അകത്ത് ഈശ്വര ചൈതന്യമായിട്ടും പുറമേ കാലത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നു. ഭഗവാൻ ചോദിക്കുമ്പോൾ തോന്നി, അങ്ങനെയാണെങ്കിൽ അകത്തും പുറത്തൊക്കെ ഞാൻ സർവ്വവ്യാപിയാണ് എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നെ അങ്ങനെ കണ്ടുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്തുതിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ കുന്തിദേവി പറയുന്നത് എന്താണ്? ഭഗവാനെ, എനിക്ക് അവിടുത്തെ വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ സാധിക്കില്ല. കുന്തിദേവി പറയുന്നു, അവിടുന്ന് ആദിപുരുഷനാണെന്നുള്ളത് അറിയാം, പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അവിടുത്തെ അറിയാൻ സാധിക്കില്ലല്ലോ. കാരണം എല്ലാ ചരാചരങ്ങളിലൊക്കെ ഭഗവാനെ കാണാൻ അത്രയൊന്നും എനിക്ക് ആ ഭക്തി പൂർണ്ണമായിട്ടില്ലല്ലോ എന്ന് കുന്തിദേവി പറയുന്നു. സർവവും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ഭഗവാനെ നിരന്തരം സേവിച്ചു കൊണ്ടിരിക്കുന്ന ആ അമ്മയാണ് പറയുന്നത്, എനിക്ക് അവിടുത്തെ അറിയാൻ സാധിക്കില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എല്ലാം എനിക്ക് അറിയാമെന്ന് പറയുന്ന ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മളെപ്പോലുള്ളവരൊക്കെ എവിടെ കിടക്കുന്നു? കുന്തിദേവിയുടെ ആ ഒരു ആത്മാർത്ഥത, ആ ഒരു ആശ്രയം ഉണ്ടല്ലോ, കുന്തിദേവി എന്തിനും ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളത്, ആശ്രയഭാവം എവിടെ കിടക്കുന്നു? നമ്മൾ ആലോചിക്കണം. ഇതിലുള്ള ഓരോ കഥാപാത്രത്തിൻ്റെയും മഹിമ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ ആദിപുരുഷനാണ്, പക്ഷേ ഇവിടെ ഭഗവാൻ ഇവിടെ അഭിനയിക്കുന്നത് എന്താണ്? കുന്തിദേവിയുടെ സഹോദരൻ്റെ പുത്രനായിട്ട് ഭഗവാൻ അഭിനയിക്കുന്നു. അപ്പോൾ ഈ അമ്മ എന്താ തന്നോട് ഇങ്ങനെ പറയണത് എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ പുഞ്ചിരിയോടുകൂടെ നിൽക്കുന്നു. കുന്തിദേവിയുടെ മുമ്പിൽ തൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായിട്ടാണ് നിൽക്കുന്നത്. അച്ഛൻ പെങ്ങളുടെ ഭാവത്തിലാണ് കുന്തിദേവി നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും കുന്തിദേവിക്ക് ഭഗവാന്റെ ആ ദിവ്യമായ അവസ്ഥ ഇപ്പം അനുഭവപ്പെട്ടതാണ്. കാരണം ഉത്തരാദേവി വല്ലാതെ പരിഭ്രമിക്കുന്ന സമയത്ത് ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നാണ് പറയണത്. ആ പുഞ്ചിരിയിൽ കൂടെ ഭഗവാൻ ഉത്തരാദേവിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. അതോ ഉത്തരാദേവിയുടെ ഹൃദയത്തിലുണ്ട്. ആ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ ഉത്തരാദേവിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് തൻ്റെ ദിവ്യമായ മായ കൊണ്ട് ആ ഗർഭത്തിനെ രക്ഷിച്ചു. ഇത് കണ്ട സമയത്താണ് കുന്തിദേവിക്ക് സ്തുതിക്കണമെന്ന് തോന്നിയത്. കാരണം സാധാരണ ഭഗവാൻ കണ്ട സമയത്ത് തൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ, അച്ഛൻ പെങ്ങളാണ് താൻ എന്നുള്ള ഒരു സ്നേഹവായ്പാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈശ്വരനാണ് എന്ന് ബോധ്യപ്പെട്ട സമയമാണ്. അതുകൊണ്ടാണ് കുന്തിദേവി ഈ തൻ്റെ വാക്കുകളിൽ കൂടെ ഭഗവാനെ സ്തുതിക്കുന്നത് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത് ഭഗവാനെ? കുന്തിദേവി പറയുന്നു, മായാജവനികാച്ഛന്നമജ്ഞാധോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദശ നടോ നാട്യധരോ യഥാം. മായയാകുന്ന ഒരു കർട്ടൻ, ഒരു തിരശ്ശീല നമ്മളുടെ മുമ്പിൽ വന്നതുകൊണ്ട്
ഹൃദയത്തിൽ വന്നതുകൊണ്ട്, കണ്ണുകളിൽ വന്നതുകൊണ്ട് അധോക്ഷജം, എല്ലാ ചരാചരങ്ങളിലും ഭഗവാനാണ് ഇരിക്കുന്നത്, ഓരോ ശരീരങ്ങളിലും ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നു എന്നുള്ള ആ ധാരണ നമുക്കുണ്ടാവില്ല. കാരണം മായ അവിടെ ആവരണമായി നിൽക്കുകയാണ്. മായ കൊണ്ട് ആ ജീവനെ ആവരണം ചെയ്തതുകൊണ്ട് ആ ഹൃദയനാഥനായിട്ടുള്ള ഭഗവാനെ അറിയാനായിട്ട് സാധിക്കണില്ല എന്നാണ്. അപ്പോൾ ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥ. ഒരു നടൻ അരങ്ങത്ത് അഭിനയിക്കുന്ന സമയത്ത് നടൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങളൊന്നും ആ പ്രേക്ഷകനായിട്ടുള്ള ഒരാൾക്ക് അറിയാൻ സാധിക്കാത്തതുപോലെ അവിടുന്ന് പല വിധത്തിലും ഈ പ്രപഞ്ചമാകുന്ന നാടകവേദിയിൽ ആടി തിമിർത്തുകൊണ്ടിരിക്കുന്ന പല പല വേഷങ്ങളും പല പല രൂപങ്ങളും ധരിച്ചുകൊണ്ട്. എന്നാൽ അതൊന്നും വെറും ഒരു സാധാരണക്കാരിയായിട്ടുള്ള എനിക്ക് അറിയാൻ സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ. പാവകളിക്കാരൻ്റെ കയ്യിലുള്ള ആ ചരടിൻ്റെ നിയന്ത്രണത്തിനനുസരിച്ചിട്ടാണ് പാവകൾ കളിക്കാറുള്ളത്. ഇതേപോലെ ഭഗവാൻ പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഭഗവാന്റെ ഓരോ വ്യക്തിയും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾക്കൊന്നും കഴിയില്ല എന്ന് വിചാരിക്കുക. ഭഗവാനെക്കുറിച്ച് പറയാനുള്ള അറിവില്ല, അതേപോലെ തന്നെ ഭഗവാനെക്കുറിച്ചിട്ട് പാടാനുള്ള കഴിവില്ല, ഒരു കഴിവ് പിന്നെ ധനത്തിൻ്റെ ഇല്ല, ആഭിജാത്യത്തിലൊന്നുമില്ലെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. എന്തേ? നമസ്തേ. നമസ്തേ അവിടുത്തെ തൊഴാനായിട്ട് സാധിക്കും. രണ്ട് കൈകളും കൂപ്പി ഭഗവാനെ നമസ്തേ, അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കും. അതാണ് ഓരോ നമ എന്നൊരു വാക്ക് പറയാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ഈ നമസ്കാരമാണ് ഏറ്റവും വലിയ ആ ഒരു സമർപ്പണം എന്നാണ്. അവനവനെ തന്നെ ഈശ്വരൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിനാണ് നമസ്കാരം എന്ന് പറയുന്നത്. കുന്തിദേവി തുടക്കം തന്നെ എങ്ങനെയാ? നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേഹ പരം അലക്ഷ്യം സർവഭൂതാനം അന്തർബഹിരവസ്ഥിതം എന്ന് കുന്തിദേവി ആ സ്തുതിയിൽ ആദ്യത്തെ വാക്ക് നമസ്തേ, നമസ്കരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മളും ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സകൃദേവ പ്രപന്നായ തവാസ്മി ദിതിവാദിനെ, നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാനെ ഞാൻ അവിടുത്തതാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഭഗവാൻ അവിടുത്തതാണെന്ന് പറയുമ്പോൾ, ഞാൻ അവിടുത്തതാണെന്ന് പറയുമ്പോൾ ഭഗവാൻ നീ എൻ്റേതാണ് ഭഗവാൻ പറയുന്നു. അങ്ങനെ ഭഗവാൻ ഭക്തനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തവാത്സല്യം എന്നാണ്. ഇപ്പം നമ്മൾക്ക് ഇവിടെ നിർത്താം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എത്രയും ഭാഗം പറയാൻ സാധിച്ചു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കാം. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.